हे गाइस वेलकम बैक टू आवर चैनल। तो हम आगे हैं प्रेमम के कौन है पार्ट के साथ। तो यार हम लोगों ने देखा पिछले उसमें कि कैसे जो माला है और जो जॉर्ज उनके बीच लव स्टोरी काइंड ऑफ स्टार्ट हो गई है। और जो माला है वो भी सेम एज की है जॉर्ज के, इतना कुछ एज डिफरेंस नहीं है। बाकी देखते हैं कि पार्ट कैसे होने वाला है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। പുള്ളിക്കാരി വെച്ചാണോ? അല്ല ആദ്യം ഞാൻ അങ്ങോട്ട് അയച്ചു, പിന്നെ പുള്ളിക്കാരി ഇങ്ങോട്ട് അയച്ചു. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ ഏ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാണ്. അതെ, നമ്മുടെ നിജിൽ വിളിച്ച് ഇപ്പോൾ റീചാർജ് ചെയ്യാൻ പറ്റുമോ? ഉന്നെ എണ്ണി പാർക്കയിൽ കവിത കൊട്ട് അത് എഴുതും നിനക്കീൽ വാത്തി മുട്ട്. ഏ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും. എന്താ ചന്തേ ഗുഡ് മോർണിംഗ്. നിങ്ങൾ എഴുതോ സിറ്റോ. ये बास्केटबॉल टीचर ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞു ഇല്ല. എന്താണെന്ന് വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. പറഞ്ഞോ? എന്തുകൊണ്ടെങ്കിലും പറയാം. എന്തുകൊണ്ടെങ്കിലും പറയാം. പറഞ്ഞോ പറഞ്ഞോ. ചേട്ടാ 2 ബീഫ് റോസ്റ്റും 3 ഊറ്റി പുട്ടും. എനിക്കൊരു പുട്ടും പഴം. സാറിനൊന്നും വേണ്ട. എനിക്ക് പഴം പഴം. സാറിന് ഒരു പുഴുങ്ങിയ പഴം പുളിയാണോ? 2 എണ്ണം. യെസ്. ജോർജ്, എന്താ സാർ? എന്റെ ഉമ്മ എനിക്ക് പെണ്ണാലോചിക്കുന്നുണ്ട്. माला അതെ, നല്ല അപ്പൊ ഞാൻ എന്റെ സ്വപ്നങ്ങളിൽ കണ്ട പോലത്തെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുമുട്ടി. ഓ, വളരെ നല്ല കാര്യമല്ലേ. അതെ, പക്ഷെ ഞാൻ ഈ കാര്യം മിസ്സിനോട് मेरे को പറഞ്ഞിട്ടില്ല ഇതുവരെ. बताओगे മിസ് मिस माला ആ, पिटेगा ये പുതിയ गया अब तो गया। അല്ല സാറേ, അപ്പോൾ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാവില്ലേ? അതിനാദ്യം സാറ് ടീച്ചറിന്റെ പറഞ്ഞിട്ട് മതിയല്ലോ വീട്ടിൽ പറയേണ്ട കാര്യം. മതിയല്ലേ? ഉം. ഓ, അപ്പൊ ജോർജ് എന്നെ ഒന്ന് സഹായിക്കണം. ഏ? ജോർജ് ഇടക്കിടക്ക് എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു. ഉം. അല്ല സാർ, അതെ ഓക്കെ, പറയാം പറയാം. വിമൽ സാറിന് നല്ല മനസ്സാണെന്നും വിമൽ സാറിന്റെ അതെ. സ്പോർട്സ് പറഞ്ഞു. ആ, വിമൽ സാർ നന്നായി ഓടും, ചാടും, നന്നായി പാട്ട് പാടും. വേണ്ട, പാട്ട് വേണ്ട സാർ. പാട്ട് വേണ്ടല്ലേ? വേണ്ട, ബോറായി. എന്താ പാട്ട്? നന്നായി और dance अगर नाचने की बारी तो बंदर जैसे ഞാൻ नाचेगा। പറയാം. ആ, ഞാൻ പറയാം. എന്നാ പിന്നെ ഞാൻ ഓടുന്ന കാര്യം പറയാം. എന്തെങ്കിലും പറയും. പറയും. ചെയ്യും. വേറെന്തോ വിട്ടുപോയല്ലോ. പഴം വന്നില്ല. ആ, പിന്നെ വിമൽ സാറിന് തമിഴ്നാട്ടില് ഒരു സ്ഥലം ഉണ്ടെന്നൊക്കെ പറയാമല്ലോ, അല്ലേ? എന്നാ പിന്നെ കൊടൈക്കനാൽ പറയും സാറേ, അവിടെ ടീച്ചറിന്റെ വീട്. അത് നല്ല കാര്യം. കൊടൈക്കനാൽ വേണ്ട, വേണ്ടേ? തിരുച്ചി, സേലം, ഊട്ടി. ആ, ഊട്ടി നന്നായിരിക്കും. ഊട്ടി കൊള്ളാം. നല്ല സ്ഥലമാണ്, നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ നല്ല എന്തോരം സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. എന്തോരം സ്ഥലം ഉണ്ടെന്ന് പറയും. ഒരു 20-30 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു. പറയും. അല്ലേ? കുറച്ച് കൂട്ടി പറഞ്ഞു. അവിടുന്ന് സ്ഥലത്തിന് വിലയൊന്നുമില്ല. ആണോ? ആ, ഓഹോ. എന്നാൽ സാറിന് ഊട്ടിയിലൊരു 50 ഏക്കർ എന്ന് പറയും. 50 മതി. അമ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു എടുപ്പ് വേണം. ഒരു 900 വേണം. वाह 900? സാറിന് പറയാം, സാറിനോട് 900 ഏക്കർ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ? ആ, ആണോ? പിന്നെ വെറുതെ പറയണല്ലേ. അല്ല, ഈ 900 ഏക്കറിൽ എന്ത് കൃഷിയാണെന്ന് എന്ത് റബ്ബർ. ഊട്ടിയിൽ റബ്ബർ. ഊട്ടിൽ ചക്ക. ഊട്ടിയിൽ റബ്ബറില്ലേ? പോടുന്നു. ഊട്ടിയിൽ ക്യാരറ്റ്. ക്യാരറ്റ്. ക്യാരറ്റ് കൊള്ളാം. ഊട്ടിയിൽ ഏലം. ഏലം മതി. ഊട്ടിയിലെ ഏലത്തോട്ടുള്ള इतना छोटा है। നല്ല നല്ല. അത് കൊള്ളാം. സബർജില്ലി പറഞ്ഞാൽ മതിയായിരുന്നു. ആ, സബർ. ये कितना फरनास पत्ती उसमें കൊള്ളായില്ലേ? चमकती होगी। സബർജില്ലി. ഊട്ടിയിൽ ഫിക്സ് ചെയ്യാല്ലേ? ഒരു കുളമായാലോ? ആ കൊള്ളാമല്ലേ? മുതൽ तालाब में खोदे हुए। ആ മുതല വേണ്ട. വേണ്ട. മുതലേ വേണ്ട. അപ്പൊ സാറിന് 900 ഏക്കർ തോട്ടം ഊട്ടി സബർ ജില്ല ആരാടാ വിളിച്ചത്? അല്ലേ? ബീഫ് പോരട്ടാ. അതിന് ആരാടാ വിളിച്ചത്? ചുരുപ്പുണ്ണം കണ്ടു. സാറേ പോ. ആ നിങ്ങള് ക്ലാസ്സിൽ കയറുന്നില്ലേ? ഓക്കെ, ഇന്നിപ്പോ എനിക്ക് കയറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്റെ പേര് പറഞ്ഞാൽ മതി. ശരി കേട്ടോ. ये क्या चल रहा है इधर? खेल रहे हैं क्या? लड़ाई ज्यादा लगती है खेलने में। ये बंदा कौन है? अच्छा वो तो ये जो लुक्स दे रहा था हमको बार बार स्टार्टिंग में याद कर कब लुक्स दे रहा था तीन बंदों का।
അല്ലല്ല ഏതൊരു പക്ഷെ കാണാൻ കിടില്ലോ നല്ലൊരു ജിമ്മനാ. ജിമ്മനാ? ആ കണ്ടിട്ട് മുറച്ചിറക്കുന്ന തോന്നുന്നേ. ആഹാ. എന്തേ? എടാ ഞാൻ പോവാ, എനിക്ക് അവളെ ഒന്ന് കാണണം. ஹாய், நான் உங்களை தான் தேடிட்டு இருந்தேன். இது என்னோட கசின் அறிவழகன். அறிவன் தான் கூப்பிடுவோம். சரி, அது ஷம்பு. ഹായ് ശംഭു. இது கோயா, என்னோட ஸ்டூடெண்ட்ஸ். இது ஜார்ஜ். இது ஸ்டூடெண்ட் தான். Oh, okay. We guys gonna have lunch. You guys want to join? ये तो भाई सब लोग खा ही रहे हैं. അവിടെ ചിക്കൻ ബിരിയാണി കിട്ടും. മലയാളം അറിയൂ? കുറച്ച് കുറച്ച്. ബാ കം. Yeah, sure. ഛേ, ഇത് വലിയ ചതിയായിപ്പോയി. ഇനി ശില്പ തന്നെ ഷെയർ ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി കൂടെ ഒന്ന് ഷെയർ ചെയ്യോ? ആരാ ശില്പ? അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഫോണിൽ കൂടെ എന്തും നടക്കും. നമ്പർ നോട്ട് ചെയ്തോ? എടാ ഉമ്മ കിട്ടു. ഉമ്മ സാറ് ചേട്ടനായിരിക്കുമല്ലേ? സാർ എനിക്കൊരു കരിമീൻ അല്ല നെയ്മീൻ ഫ്രൈ കൂടി പറയോ? यार തോണപ്പൻ ചേട്ടാ, എന്താ വേണ്ടേ? ഒരു നെയ്മീൻ ഫ്രൈ. സാറിന് അവനെ നോക്കി, നല്ല ബോഡി, കാണാനും अच्छी ഭംഗി. बॉडी. എന്റെ പ്രശ്നം എന്താണെന്നറിയോ സാറേ? അച്ചാറും കൊള്ളാം. എനിക്ക് മുടിയില്ല. और बॉडी भी तो नहीं है. സാറിന് മുടി ഇല്ലാത്തത് നല്ലത്. നല്ല രസമുണ്ട്. സാറിന് മുടി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ പോയാനെ സാറേ. ഇതാണ് നല്ലത്. സാറേ ഞാനേ എന്താ പറക്കാൻ പോണം? विग लगा के घूम. ചെറിയ मेरे को पता ही था. फिल्म स्टार से कंपेयर कर रहा है अपने आप को. സാറൊക്കെ വിഗ് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്ക ഷോക്ക് അടിച്ച് വീണ് ലോറി വായ്യാ. ഉണങ്ങിയ സാധനം തല വെച്ച് എങ്ങനെ ഇരിക്കും? അതുപോലെ മഹാബോറായിരിക്കും സാറേ. സാർ ആദ്യം എന്തെങ്കിലും കഴിച്ച് ഹെൽത്ത് ഗ്ലാമറോ ഇല്ല, ഹെൽത്തിലെങ്കിലും പിടിച്ചിക്കാലോ. നമുക്ക് ആ മീൻ കഴിച്ചിട്ട് എനിക്ക് തീരുമാനിക്കാം. ഓക്കെ മതിയോ? ആഹാ, അയ്യോ ചോറ് പറ സാറേ. എന്ത് പറയാ? അല്ല നെയ്മീൻ വന്നേ, ഞാൻ ചോദിച്ചാൽ ലോനപ്പഞ്ചേട്ടൻ കളിയാക്കും. സാറ് പറ. ലോണപ്പൻ ചേട്ടാ, എന്താ സാറേ? സാറിന് പിന്നെ ചോറ് വേണമെന്ന്. സാറിന് സജി, ശിവൻ സാറിന് കുറച്ച് ചോറ് കൊടുത്തേ. കരിമീൻ. എനിക്കൊന്നും இனி ஏதாவது வேணுமா? நீங்க தமிழா? இல்லை, நம்ம கோடம்பாக்கம் லிபர்ட்டி தியேட்டர் இல்லையா? ஆமாம். அதுக்கு எதிரில் ஒரு டீ கடையில் தான் இருந்தேன். ஓ அப்படி அதான் யோசிச்சுட்டு இருந்தேன், தமிழ் எப்படி இவ்வளோ நல்லா பேசுறீங்கன்னு. यार ये लुक्स दे கிட்டத்தட்ட रहे ஒரு हैं. 3 வருஷம் நான் அங்கே ये இருந்தேன். देखो तो ऐसी लुक्स दे रहे हैं. कौन है ये? हाँ. ஆமாம், நீங்கள் எந்த ஊர்? நான் கொடைக்கானல் தான், மலர்னு ஸ்வீட் பக்கத்தில் தான் இருக்கேன். ஓ, மலர் மிஸ் ஃப்ரெண்டா? இல்லை கசின் நான். इसको क्यों गुस्सा आ रहा है? സാറേ അവൻ കാമ്പനായിരിക്കും. അല്ല ചേട്ടനായിരിക്കുള്ളൂ അല്ലേ? കണ്ട ചെവിയൊക്കെ ഒരേപോലെ അല്ലേ? അതെ, കാഴ്ചയിൽ ഏതാണ്ട് അല്ലേ? इसको बॉयफ्रेंड तो नहीं है. സാറിന് പോറായല്ല. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല. അറിവഴകൻ എന്താ അഴക്, അടിപൊളി പയ്യൻ. പിന്നെ അവൾ ഉഗ്രം ബോഡി, നല്ല ഉഗ്രം ചിരി. എനിക്ക് ഇനിയും സംശയം. തനിക്ക് എന്താണ് ഒരിക്കലും തീരാത്ത സംശയം? എന്ത് പറഞ്ഞാലും സംശയം. ഞാൻ റമ്മിയുടെ കാര്യമാണ് പറഞ്ഞു. അയ്യേ ചമ്മി ചമ്മി. 10 അതിന് എൻ്റെ കളിയില്ലാന്നേ. ഇനി അവൻ പോയിക്കാണ്. എനിക്ക് തോന്നല്ല, മിക്കവാറും ഇന്ന് ഇവിടെ നിൽക്കാനായിരിക്കും സാധ്യത. എടാ അവളാണ്, അവളുടെ അവൻ്റെ ഒപ്പം ഡിന്നർ കഴിക്കാൻ വിളിക്കരുത്. ഞങ്ങൾ എന്തായാലും വരില്ല, നീയും പോകാൻ നിൽക്കരുത് കേട്ടാ. പോകാൻ നിൽക്കരുത് കേട്ടാ. ഹലോ. ஹாய் ஜார்ஜ், என்ன பண்ணிட்டு இருக்கீங்க? ये कितना सैड सैड लग रहा அப்படியா? है. என்ன சாப்பிட்டீங்க? यार इसको याद ही नहीं. എന്താ കഴിച്ചത്? ये शायद खाए दिन का स्पेशल ही नहीं है. പൊറോട്ടയും ബീഫും. ഞാൻ പൊറോട്ടയും കടന്നു. അതാരും കഴിച്ചത്? ये वही लड़की नहीं लग रही. അതുകൊണ്ട് स्टार्टिंग वाली. പൊറോട്ടയും ബീഫും കഴിച്ചു. நான் அறிவு கிட்ட உங்களை என்னோட ஸ்டூடெண்ட் இன்ட்ரோ듀ce பண்ணது माला है. पता नहीं है तो माला ही है, बट अब वो स्टार्टिंग वाली है कि नहीं. ஆமா, ये ஸ்டூடெண்ட் தானே. ये लेकिन प्यार करने लगी है. கோவப்படாத என்ன. அவன் அப்படியே கிளம்பிட்டான். நான் அங்கே துணி வாஷ் பண்ணிட்டு இருந்தேன்னா அதனால தான் ஃபோன் எடுக்கல. சாரி. ഓ वो क्या होता நாளைக்கு வரும்போது நீ மல்லிப்பூ வாங்கிட்டு வரியா? മല്ലിപ്പൂ.
பொடி வந்து ഇവിടെ ஜாஸ்மின் ஃப்ளார் நான் கோயிலுக்கு போகும்போது பூ போட்டுட்டு தான் போவேன். ഓ മുല്ലപ്പൂവാ ആ അത് ഞാൻ വാങ്ങിയിട്ട് വരാം. சரி நான் இப்போ துணி வாஷ் பண்ண போறேன். लट्टू हो गया ഓക്കെ ഗുഡ് നൈറ്റ്. யா குட் நைட். यार sweet. എന്താണ് ആര് പറഞ്ഞു ഒരേ നമ്പർ വേണമെന്ന് ഇത് തുടങ്ങിയപ്പോഴേ ഞാൻ നിന്നോട് ചോദിച്ചല്ലേ. മതി അന്നെടുത്തിക്കോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും 0 അതൊക്കെ വള്ളി പോയി അതെ നിനക്ക് മാത്രമല്ല ഈ മല്ലിപ്പൂ ഇവിടെ കിട്ടും. മല്ലിപ്പൂ മല്ലിപ്പൊടിയാണോ? ഓ സോറി മുല്ലപ്പൂ ഇവിടെ കിട്ടും. രാവിലെ പോകേണ്ടി വരും. ആ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടും. അതും और जॉर्ज तो ना यार मैं क्रेजी. മല്ലിപ്പൂ എടാ നാളെ രാവിലെ പോയാൽ മതിയില്ലേ? കോയ ശംഭു എന്നിട്ടേ വാ 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 എന്താണ് വാന്ന്. അത് ഞാനൊന്നുമില്ല. അതെ പിന്നെ ഒരു കാര്യം, നീ പോകുമ്പോ നീ ആയിട്ട് പോകണ്ട. അപ്പൊ നിങ്ങൾ വരില്ലേ? അതല്ല, 3 പേരെ കൂടി പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. എന്താ നല്ലോണം പഠിക്കുന്ന നല്ല സൽസ്വഭാവ എന്താ സൽസ്വഭാവം ആ അതുപോലെയൊക്കെ പോയാലേ ശരിയാവുള്ളൂ. എടാ എന്തെന്നാ പറയുന്നത്, ആദ്യത്തെ ദിവസം തന്നെ അടിച്ച് ഫിറ്റായി ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാണ്. പിന്നെ എന്തൊന്ന് സൽസ്വഭാവി. ये तो इसने तो खुद ही ले ली चुम्मी, फिर उसको क्यों बोला? इसने गजरा जैसा लिया है। बट शी सेड कि उसको मंदिर में चढ़ाना है. ये दोस्त स्टूडेंट से दोस्त में आ गया. ഫ്രണ്ട് ഇത് മലർ നന്ദിനി റൂംമേറ്റ്. ജോർജിന്റെ വീട് എവിടെയാ? എൻ്റെ ഇവിടെ പരിസരത്തൊക്കെ തന്നെ. കോതക്കാണോ? അയ്യോ കോൾ വരുന്നേ. इसको पहली बार उसने ऐसे छुआ तो कैसे हो रहा है यार. उसका फोन लगा लिए. वही साई पल्लवी मेरे को बहुत स्वीट लगती है, बहुत सुंदर है यार ये लड़की. ये तो हवाओं में उड़ रहा है. वाह यार, इनकी लव स्टोरी फाइनली शुरू हो गई है. अभी तक तो मतलब कि वो ऐसे इंट्रोड्यूस करती थी मेरा स्टूडेंट है, लास्ट सीन में हमने कुछ दिखा, लेकिन अब उसको वो ऐसा अपना फ्रेंड इंट्रोड्यूस करवा रही है. तो यार कितना मतलब कि इनका शुरू हो गया लव स्टोरी. और यार जो स्टार्टिंग में हम लोगों ने लड़की दिखी थी, क्या वो माला है, ये भी हम लोगों को जानना है. एग्जैक्टली वही तो, ये वाला पार्ट तो बहुत सही था. एग्जैक्टली मुझे भी बहुत ही ज़्यादा स्वीट लग रही है ये मूवी, क्योंकि जो जॉर्ज है उस बहुत ही ज़्यादा अलग लग रहा है. लाइक हर पॉइंट पे बहुत ही अलग फेज आ रहा है उसका, तो वो बहुत अच्छा लग रहा है. और जो माला ने उसको बोला कि चमेली के फूल लेकर आने हैं, तो वो चीज़ें भी लाइक बहुत ही ज़्यादा स्वीट लग रही हैं. और वो माला ने वो पहने भी हैं. सो ये बहुत ही अच्छी मूवी जा रही है. सीरियसली तो गाइस, ये था हमारा रिएक्शन. आप लोगों को कैसा लगा प्लीज कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो प्लीज इस पार्ट को लाइक करिए, शेयर करिए, कमेंट करिए. और अगर इस चैनल पे न्यू तो सब्सक्राइब करिए. बाय.